Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പ്രോബ്ലം പേപ്പറാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. സോ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റ് ഇതാണ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ആദ്യം പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിലുള്ള പ്രസൻറ്റേഷൻ വളരെ പൂറാണ്. കാരണം പ്രോബ്ലംസ് ആണെങ്കിലും അല്ലെങ്കിൽ പല തിയറി ടോപ്പിക്സ് ആണെങ്കിലും ഇല്ല എന്ന് തന്നെ പറയാം. അധികം ഒരു ക്വസ്റ്റ്യനൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. പ്രോബ്ലമായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്ത് പഠിക്കാനുള്ള ഡീറ്റെയിൽസ് ഇല്ല. സോ ഞാനിതിനേക്കാൾ മുമ്പുള്ള എൻ്റെ വീഡിയോയിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഏറ്റവും നല്ലൊരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് LR പോറ്റിയുടെ ബുക്കാണ്. LR പോറ്റിയുടെ ബുക്കിലത്തെ പല പ്രോബ്ലംസും അതുപോലെ തന്നെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റഡി മെറ്റീരിയൽ വെച്ച് പഠിക്കാൻ സജസ്റ്റ് ചെയ്യില്ല. സ്റ്റഡി മെറ്റീരിയൽ തിയറിക്കൊക്കെ വേണമെങ്കിൽ നോക്കാം. പ്രോബ്ലംസിന് നിങ്ങൾ പോറ്റിയുടെ ബുക്കൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ LR പോറ്റിയുടെ ബുക്ക് ഫോളോ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് ക്യൂട്ടിക്ക് എപ്പോഴും പോറ്റിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 4 ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങളുടെ അടുത്ത് പറയാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ആദ്യത്തെ 3 ബ്ലോക്കുകൾ തന്നെയാണ്. അതിൽ നിങ്ങളെ കംഫർട്ടബിൾ ആക്കി പാസ്സാക്കി നൽകുന്നത് ബ്ലോക്ക് നമ്പർ 3 ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നേരെ പോയിട്ട് ആദ്യത്തെ ബ്ലോക്കിൽ ഫോക്കസ് ചെയ്ത് ഉള്ള സമയം വേസ്റ്റ് ചെയ്യരുത്. ബ്ലോക്ക് നമ്പർ 3 കോറിലേഷൻ റിഗ്രഷൻ ഏറ്റവും സേഫസ്റ്റ് ബ്ലോക്കാണ്. അത് പഠിച്ചാൽ തന്നെ അതിൽ നിന്ന് പാസ് മാർക്കിനുള്ളത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിനേക്കാൾ കൂടുതൽ കിട്ടും. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, തിയറി ആണെങ്കിലും പ്രോബ്ലം ആണെങ്കിലും കുറച്ചും കൂടി ഈസിയാണ്, സ്റ്റാറ്റ് ഏരിയ ആണ്. ദെൻ ഇക്വേഷൻസ് പ്രോപ്പറായിട്ട് അറിയാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കത് അപ്ലൈ ചെയ്ത് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പഠനം എപ്പോഴും കോറിലേഷൻ റിഗ്രഷൻ ടോപ്പിക് വെച്ച് ആരംഭിക്കുക. ക്യൂട്ടിയുടെ ബേസിക്സ് വേണമെങ്കിൽ നോക്കാം, യൂണിറ്റ് നമ്പർ 1 ബ്ലോക്ക് നമ്പർ 1. അതിനുശേഷം കോറിലേഷൻ റിഗ്രഷൻ പഠിക്കുക. ദെൻ പിന്നെ യൂണിറ്റ് നമ്പർ 1 ബൈനോമിയൽ പോയിസോൺ, പിന്നെ ഈ പറയുന്ന പാരാമെട്രിക് നോൺ പാരാമെട്രിക് ടെസ്റ്റുകളാണെങ്കിലും അതിൽ എല്ലാ ടെസ്റ്റുകളും വാരി വലിച്ചു പഠിക്കാണ്ട് ഇപ്പം അനോവ, കൈ സ്ക്വയർ അങ്ങനെയുള്ളത് സെപ്പറേറ്റ് എടുത്ത് പഠിക്കുക. ബാക്കിയുള്ള ടെസ്റ്റുകൾ ലെങ്തി ആണ്, അതിൽ നിന്ന് ചിലപ്പോൾ മാത്രമേ ചോദ്യങ്ങൾ വരാറുള്ളൂ. അപ്പോൾ അതൊക്കെ പിക്ക് ചെയ്ത് പഠിക്കണം. പിന്നെ ബ്ലോക്ക് നമ്പർ 4 ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ്സ് കുറച്ച് 1-2 തിയറീസ് മാത്രം നിങ്ങൾക്ക് നോക്കി പോവാം. അതല്ലാണ്ട് വെറുതെ നേരം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് നമ്പർ 3 പഠിക്കുക. അതിനുശേഷം 1, 2 പിന്നെ 4 ഈ ഓർഡറിൽ പഠിച്ചു പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതിൽ ആദ്യത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. സോ ഞാൻ പറഞ്ഞു ഇതിൽ ക്യൂട്ടിയുടെ ബേസിക്സ് ആണ്. അപ്പോൾ ഇതിൽ എന്താണ് ക്യൂട്ടി എന്നുള്ളത് പഠിച്ചു വെച്ചോളൂ, 2 മാർക്സിന് വരാം. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു തിയറി ചോദ്യമാണ്. നിർബന്ധമായും പഠിക്കണം. എസ്സേക്ക് ഇടില്ല എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഞാൻ ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്, ആപ്ലിക്കേഷൻസ് ഓഫ് ക്യൂട്ടി. പിന്നെ 2 മാർക്സിൻ്റെ ചോദ്യങ്ങളിൽ നമുക്ക് ടേമുകളിൽ ഏതെങ്കിലും ഒരെണ്ണം എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന റാൻഡം എക്സ്പെരിമെൻറ്റ്, സാമ്പിൾ പോയിന്റ്, കണ്ടോ സാമ്പിൾ സ്പേസ്, ഇതിങ്ങനെ കുറേ ടേമുകളുണ്ട്. അതിലിപ്പോൾ ഈക്വലി ലൈക്ലി എന്താണ്, അതുപോലെ തന്നെ സാമ്പിൾ സ്പേസ് പറഞ്ഞു, മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അപ്പോൾ ഈ ടേമുകളൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ. റാൻഡം എക്സ്പെരിമെൻ്റ് എന്താണ്, സാമ്പിൾ പോയിന്റ്, സാമ്പിൾ സ്പേസ്, ഇവന്റ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ്, എക്സോസ്റ്റീവ്, അങ്ങനെ ടേമുകൾ എന്താണെന്നുള്ളത് നോക്കി വയ്ക്കാൻ മറക്കരുത്. നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പറഞ്ഞു കേട്ടോ. പിന്നെ തിയറംസ് ഓഫ് പ്രോബിലിറ്റി ആണ്. അഗെയിൻ 2 മാർക്സിൻ്റെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ അഡീഷൻ തിയറം എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്താണ്, അപ്പോൾ ആ തിയറംസ് എന്താണ്, പ്രോബിലിറ്റി എന്താണ്,
ഇതൊക്കെ 2 മാർക്കിന്റെ ചോദ്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യമാണ്. അതുപോലെ തന്നെ ബയാസ് തിയറം എന്താണ്, അഗെയിൻ 2 മാർക്സ് ആണ്. കണ്ടീഷണൽ പ്രോബിലിറ്റി ഇതൊക്കെ 2 മാർക്കിൻ്റെക്ക് മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിൽ നോക്കി വെക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് വരുന്ന പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. 3 പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ള. നമ്പർ 1 എന്ന് പറയുന്നത് ബൈനോമിയൽ, നമ്പർ 2 പോയിസോൺ, നമ്പർ 3 നോർമൽ. ഇതിനെപ്പറ്റി പറയാനുള്ളത് ഈ പറയുന്ന 3 ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതിലേതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ നമുക്ക് പറയാം അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ളതാണ്. അപ്പോൾ 3 പ്രോപ്പർട്ടീസും നമ്മൾ നിർബന്ധമായി നോക്കി വെക്കണം. ഇപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനെയാണ് വരാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിക് തിയറി അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോബ്ലം 3 ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോയിസോണോ നോർമലോ ഈ പ്രാവശ്യം ബൈനോമിയലും ഉണ്ട്. ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലം തിയറിയും എല്ലാ പ്രാവശ്യം വരുന്നതാണ്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് ഉള്ള. ഇപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ തിയറി നിർബന്ധമായി നോക്കി വയ്ക്കുക. ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ അതിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. ഇതാണ് തിയറി. അതിൻ്റെ പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമുക്ക് 5 മാർക്കിൻ്റെ തിയറി ആയിട്ടോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 3 എണ്ണത്തിൻ്റെയും തിയറി പഠിച്ചു വയ്ക്കണം. അതുപോലെ തന്നെ 3ഉം എന്താണെന്നുള്ളതും പഠിച്ചു വയ്ക്കണം. ബൈനോമിയൽ എന്താണ്, പോയിസോൺ എന്താണ്, നോർമൽ എന്താണ്, 3ലെയും ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ള 2 മാർക്കിൻ്റെ വരും. 3 എണ്ണത്തിൻ്റെയും പ്രോപ്പർട്ടീസിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പ്രാവശ്യം വരുന്നതാണ്. ബൈനോമിയൽ, പോയിസോൺ, നോർമൽ. അതിൽ ഞാൻ ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്ന കൂടുതൽ ബൈനോമിയലാണ്, അല്ലെങ്കിൽ നോർമലും വരാം. പിന്നെ എസ്സേക്ക് ഒരെണ്ണം പ്രോബ്ലം ആയിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. പോയിസോണോ നോർമലോ ആണ് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്ന എസ്സേക്ക് പ്രോബ്ലം ആയിട്ട്. ഫിറ്റിംഗ് ആണ്. അതാ ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ഫിറ്റിംഗ് ഓഫ് നോർമൽ, പോയിസോൺ. ഇതിൻ്റെ പ്രോബ്ലം ഒന്നും നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഇല്ല. ആക്ച്വലി അത് ഇല്ലെങ്കിലും എസ്സേക്ക് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിറ്റിംഗ് എസ്സേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബുക്കിലില്ലെങ്കിലും പ്രോബ്ലംസ് വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ബുക്കിൽ പോരായ്മകളുണ്ട് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ 3നെയും ഞാൻ ഒരുമിച്ച് പറയാണ്. അപ്പോൾ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിറ്റിംഗ് എസ്സേക്ക് സ്കോപ്പ് ഉള്ളതാണ്. എന്താണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ദെൻ അതിനുശേഷം ഫിറ്റിംഗ്. അപ്പോൾ ബട്ട് അതിൻ്റെ പ്രോബ്ലംസ് നമ്മുടെ ബുക്കിൽ നോക്കുമ്പോൾ കാണാനില്ല. അപ്പോൾ തിയറിക്ക് എന്തായാലും എന്താണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ ഫിറ്റിംഗ് ഓഫ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലം നോക്കണം. ഞാൻ പറഞ്ഞു പോറ്റിയുടെ ബുക്കിലൊക്കെ അത് നന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. ഞാൻ ഇപ്രാവശ്യം എസ്സേക്ക് പ്രതീക്ഷിക്കുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഈ പോയിന്റ്സ് നിർബന്ധമായും പഠിച്ചിരിക്കണം. ഓക്കെ, ഒന്നുകിൽ എസ്സേക്ക് തിയറി ആയിട്ടോ അതല്ലെങ്കിൽ പ്രോബ്ലം ആയിട്ടോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ. അപ്പോൾ സ്കിപ്പ് ചെയ്യരുത്. സോ ദാറ്റ്സ് അബൌട്ട് 3 ഡിസ്ട്രിബ്യൂഷൻസ്. 3 ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യങ്ങളാണ് ഞാനിവിടെ ഇപ്പോൾ പറഞ്ഞത്. നോർമൽ, പോയിസോൺ, ബൈനോമിയൽ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ അപ്രോച്ച് നിങ്ങൾ കൊടുക്കേണ്ടത്? നമ്പർ 1 3 ഡിസ്ട്രിബ്യൂഷനും എന്താണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. അതിലേതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ വരും. നമ്പർ 2 3 എണ്ണത്തിൻ്റെയും പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാൻ നമുക്ക് അതിലേതെങ്കിലും ഒരെണ്ണം 5 മാർക്കിൻ്റെയും വരും. പിന്നെ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഫിറ്റിംഗ് എസ്സേക്കും വരും. അപ്പോൾ തിയറിയിൽ ഞാൻ പ്രാവശ്യം പ്രതീക്ഷിക്കുന്ന 5 മാർക്കിൻ്റെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നോർമലിൻ്റെ, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തിയറിയും വരാം. പിന്നെ എസ്സേക്ക് ഫിറ്റിംഗ് പോയിസോണോ നോർമലോ ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബിലിറ്റി ഏരിയനെ പറ്റിയിട്ട് പറയാനുള്ള. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് ഹൈപ്പോത്തസിസ് ആണ്. പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റുകളാണ് അതിൽ നമുക്ക് പഠിക്കാനുള്ള. സോ നമുക്ക് നെക്സ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ തിയറി ആയിട്ട് നമുക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യം സ്റ്റാറ്റിസ്റ്റിക് എന്താണ്, പാരാമീറ്റർ എന്താണ്, 2 മാർക്കിൻ്റെ തിയറി ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ നോക്കി വയ്ക്കണം. അതുപോലെ തന്നെ ഹൈപ്പോത്തസിസിൽ 2 ടൈപ്പ്, ഇപ്പം നള്ള്, ഓൾട്ടർനേറ്റീവ്. അതിൽ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്.
അതല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് ഹൈപ്പോത്തസിസ് എന്താന്നുള്ള ഒരു തിയറി മാത്രമായിട്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താണ്, അങ്ങനത്തെ ഒരു ചോദ്യമായിരിക്കും വരാം. ദെൻ നെക്സ്റ്റ്, എറേഴ്സ് ഇൻ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. വേണമെങ്കിൽ തിയറി 5 മാർക്കിലേക്ക് വരാം, അതല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. ഇപ്പൊ ടൈപ്പ് 1 എറർ എന്താണ്, ടൈപ്പ് 2 എറർ എന്താണ്, 2 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാം. അതല്ലെങ്കിൽ എറേഴ്സ് ഇൻ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്താണ്, 4 പോസിബിലിറ്റീസ്, അതായിരിക്കാം തിയറിക്ക് വരാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് 2 മാർക്കിനിൽ പവർ ഓഫ് എ ടെസ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ലെവൽ ഓഫ് കോൺഫിഡൻസും ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിന്റെയും കൺസെപ്റ്റ് തിയറി ആയിട്ട് വരാം. ആക്സെപ്റ്റൻസ് റീജിയൻ, റിജക്ഷൻ റീജിയൻ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റീജിയൻ എന്താണ്, നിർബന്ധമായും പഠിക്കണം. ഇതൊക്കെ തിയറിക്ക് വരുന്നതാണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, പിന്നെ 2 ടൈൽ ടെസ്റ്റ് എന്താണ്, 1 ടൈൽ ടെസ്റ്റ് എന്താണ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിന് വരും. ഈ ടേമുകൾ ഞാൻ ഈ പറഞ്ഞതൊന്നും സ്കിപ്പ് ചെയ്യരുത്, 2 മാർക്കിന്റെ റിപ്പീറ്റ് ചോദ്യങ്ങളാണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് എറർ എന്താണ്, 2 മാർക്കിന്റെ ചോദ്യം. അപ്പോൾ 2 മാർക്സിന്റെ ചോദ്യങ്ങളിലേക്കുള്ള സ്കോപ്പുകൾ കാണുന്ന ഒരു യൂണിറ്റ് ആണത്. ഞാൻ പറഞ്ഞതൊക്കെ നോക്കി വയ്ക്കുക, നമുക്ക് നിർബന്ധമായും പ്രതീക്ഷിക്കാം. പിന്നെയാണ് നമുക്ക് പാരാമെട്രിക് ടെസ്റ്റുകൾ വരുന്നത്. പാരാമെട്രിക് ടെസ്റ്റ് നിങ്ങൾ പഠിക്കുമ്പോൾ ലാസ്റ്റ് നോക്കാൻ ഞാൻ പറയുള്ളൂ, കാരണം കുറച്ച് വൈഡാണ്. പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ തിയറി അതൊന്നും വേണമെങ്കിൽ നോക്കി വയ്ക്കാം. പാരാമെട്രിക് ടെസ്റ്റ് ഏതൊക്കെയാണ്, സെഡ്, ടി, എ, എഫ്, തിയറി നോക്കി വെച്ചോളൂ. തിയറിക്ക് വരാണെങ്കിൽ പഠിക്കാൻ പാകത്തിന്. പ്രോബ്ലംസ് നിങ്ങൾക്ക് വരും, ബട്ട് പ്രോബ്ലം നിങ്ങൾ ലാസ്റ്റ് നോക്കിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം കുറേ പോകും. അപ്പോൾ എന്താണ് സെഡ്, എന്താണ് ടി, എ, എന്താണ് എഫ് എന്നൊക്കെ പഠിച്ചു വെച്ചോളൂ തിയറിക്ക് വേണ്ടിയിട്ട്. അതിനുശേഷം ഈ പറയുന്ന പ്രോബ്ലംസ് നിങ്ങൾ ലാസ്റ്റ് നോക്കിയാലും മതി, അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം ഒരുപാട് പോകും. നമ്മുടെ ബുക്കിൽ നോക്കുമ്പോൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കാണുള്ളൂ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നും വളരെ ഈസി ആണെന്നുള്ളത്. ബട്ട് ഡെപ്തിൽ പഠിക്കാനുള്ള ഒരു ഏരിയ ആണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോബ്ലംസ് നിങ്ങൾ ലാസ്റ്റ് നോക്കി വയ്ക്കുക, തിയറി ആണെങ്കിൽ നോക്കി വെച്ചു. ദെൻ നെക്സ്റ്റ്, ടെസ്റ്റിംഗ് ഓഫ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 സാമ്പിൾ മീൻസ്. അതിൽ പ്രോബ്ലംസിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളതൊക്കെ. കണ്ടോ, ഇത് അവസാനത്തേക്ക് നോക്കി വെച്ചാൽ മതി കേട്ടോ. ഈ പറയുന്ന പാരാമെട്രിക് ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ പ്രോബ്ലംസ് ഉള്ളതാണ്, ലെങ്തി ആണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ നോൺ പാരാമെട്രിക് ടെസ്റ്റിലത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് ഇതിലേക്ക് പോയിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ സെഡ്, ടി, എഫ് ലാസ്റ്റ് നോക്കിയോളൂ. ഇനി അനോവ എസ്എക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക്കാണ്, വന്നാൽ വന്നു. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ എസ്എക്ക് എപ്പോഴും വരുന്ന അനോവയാണ്. അനോവ എന്താണെന്ന് 2 മാർക്കിൻ്റെ തിയറിക്കും പഠിക്കണം, പിന്നെ പ്രോബ്ലത്തിന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ കിട്ടും. അപ്പോൾ ഞാൻ എസ്എക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക്കാണ് അനോവ. നിർബന്ധമായും പഠിക്കുക, ഇക്വേഷൻ പഠിക്കുക, അപ്ലൈ ചെയ്താൽ ഫുൾ സ്കോർ അടിക്കാൻ പറ്റും. എസ്എ ടോപ്പിക്കിൽ പ്രതീക്ഷിക്കുന്നതാണ്. ഇനി അതിനുശേഷം നെക്സ്റ്റ് നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത്, ഇതിൽ അനോവയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തോളൂ പ്രോബ്ലത്തിൽ. നെക്സ്റ്റ് നോൺ പാരാമെട്രിക് ആണ്. അതിൽ കൈ സ്ക്വയർ ടെസ്റ്റ് ആണ് നമ്മുടെ മെയിൻ സംഭവം. എസ്എക്കോ അല്ലെങ്കിൽ 5 മാർക്കിനോ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കൈ സ്ക്വയർ എന്താണെന്ന് നോക്കുക, അതുപോലെ തന്നെ കൈ സ്ക്വയറിൻ്റെ പ്രോബ്ലം നിർബന്ധമായും പഠിക്കുക. എന്താണ് 5 മാർക്കിലേക്കോ എസ്എക്കോ ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടുതൽ ഞാൻ 5 മാർക്കിൻ്റെ പ്രോബ്ലത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കണ്ടിൻജൻസി ടേബിൾ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം കൈ സ്ക്വയറിൻ്റെ. അപ്പോൾ കൈ സ്ക്വയറും അനോവയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എപ്പോഴും കാണുന്നതാണ്. പിന്നെ വരുന്ന ഈ പറയുന്ന ടെസ്റ്റുകൾ നോൺ പാരാമെട്രിക്കിൽ റാങ്സം, മാൻ വൈറ്റി, ഇതൊക്കെ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ ലാസ്റ്റ് ടൈമിൻ്റെ ബേസിൽ നോക്കിയാൽ മതി. ഓക്കെ, മൂവിങ് ടു ബ്ലോക്ക് നമ്പർ 3, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ പിടിവള്ളിയാണത്, കോറിലേഷൻ റിഗ്രഷൻ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ റിഗ്രഷനിൽ നിന്നോ കോറിലേഷനിൽ നിന്നോ ഒരു എസ്സേ. ഞാൻ റിഗ്രഷനിൽ നിന്നാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്, കോറിലേഷൻ വരാം. ഏതെങ്കിലും ഒരു ടോപ്പിക്ക് എസ്സേ, പ്രോബ്ലം, പിന്നെ 5 മാർക്കിൻ്റെ തിയറിയും പ്രോബ്ലവും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്. അപ്പോൾ ഇത് മാറി മാറി വരുന്നതാണ്. റിഗ്രഷന് എസ്സേ ഇട്ട് 5 മാർക്കിൻ്റെ ആയിരിക്കും കോറിലേഷൻ വരാം, കോറിലേഷന് എസ്സേ ഇട്ട് 5 മാർക്കിൻ്റെ ആയിരിക്കും റിഗ്രഷൻ വരാം. ഓക്കെ, അപ്പോൾ കോറിലേഷൻ എന്താണ് നിർബന്ധമായി നോക്കി വയ്ക്കുക. ടൈപ്സ് ഓഫ് കോറിലേഷൻ ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ തിയറിക്കൊക്കെ വരാറുള്ളതാണ്, നോക്കി വയ്ക്കണം. നമ്മൾ ഇപ്രാവശ്യം അതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും നോക്കി വയ്ക്കണം. കോറിലേഷൻ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ്, അതിലുള്ള പല കോറിലേഷനിൽ ഏതെങ്കിലും പ്രതീക്ഷിക്കാം. ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ യൂസസ് ഓഫ് കോറിലേഷൻ നിർബന്ധമായും തിയറിക്ക് നോക്കുക.
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് കോറിലേഷൻ, ഇവരെ തിയറി ആയിട്ട് ഇടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ്. ഇമ്പോർട്ടൻസ് ഓഫ് കോറിലേഷൻ ഒരു എസ് എ ടോപ്പിക്കാണ്. 8 പോയിന്റ്സ് ഉണ്ട്. ലിമിറ്റേഷൻസ് ഓഫ് കോറിലേഷൻ നോക്കുക തിയറിക്ക് കേട്ടോ, അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കി വെച്ചോ. പിന്നെ ഇത് നമുക്ക് എസ് എ പ്രോബ്ലം ആയിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകൾ തിയറിക്ക് നോക്കണം. പിന്നെ കോറിലേഷൻ്റെ പ്രോബ്ലം അത് കാൾ പിയേഴ്സിൻ്റെ കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനും ഉണ്ട്, സ്പിയർമാൻ്റെ റാങ്ക് കോറിലേഷനും ഉണ്ട്. നമ്മൾ കാൾ പിയേഴ്സിൻ്റെ കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എസ് എക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. റാങ്ക് കോറിലേഷൻ സാധാരണ 5 മാർക്കിൻ്റെയിലേക്കാണ് വരാറ്. ഓക്കെ, അപ്പോൾ കോറിലേഷൻ കോഫിഷ്യൻ്റ് നിർബന്ധമായി നോക്കി വയ്ക്കുക, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോറിലേഷൻ പ്രോബ്ലംസും ഞാൻ ഈ പറഞ്ഞ തിയറീസും. പ്രോബുലർ എന്താണ് 2 മാർക്കിൻ്റെയിലേക്ക് നോക്കണം. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് റാങ്ക് കോറിലേഷൻ സ്പിയർമാൻ്റെ, അതിൽ നമുക്ക് 5 മാർക്കിൻ്റെയിലേക്കാണ് ഞാനത് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്, സ്പിയർമാൻ്റെ റാങ്ക് കോറിലേഷൻ കേട്ടോ. പിന്നെ കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ് വളരെ ഈസിയാണ്. കൺകറൻറ്റ് ഡീവിയേഷൻ കണ്ടോ, അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കി വെച്ചോളൂ. അപ്പോൾ കോറിലേഷനിൽ നിന്ന് തിയറി, യൂസസ്, ആപ്ലിക്കേഷൻസ്, ലിമിറ്റേഷൻസ്, പ്രോപ്പർട്ടീസ് നോക്കുക. പിന്നെ കാൾ പിയേഴ്സിൻ്റെ കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എസ് എക്ക് പ്രതീക്ഷിക്കുന്നു. പിന്നെ റാങ്ക് കോറിലേഷനും ഉണ്ട്, അതും നോക്കി വെച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വരുന്ന റിഗ്രഷനാണ്. എഗെയിൻ എസ് എ ടോപ്പിക്കിൽ കോറിലേഷൻ അല്ലെങ്കിൽ പിന്നെ നമുക്ക് റിഗ്രഷനാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. അപ്പോൾ റിഗ്രഷൻ ഇക്വേഷൻ y ഓൺ എക്സ് എക്സ് ഓൺ വൈ എസ് എക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത് നോക്കി വയ്ക്കുക. പിന്നെ നെക്സ്റ്റ് റിഗ്രഷൻ്റെ 2 ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട്, കോറിലേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും നൽകിയിട്ട് ഈ പറയുന്ന റിഗ്രഷൻ കാണാൻ. അപ്പോൾ അതും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 2 ടൈപ്പ് റിഗ്രഷൻ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസും പഠിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് റിഗ്രഷൻ. അപ്പോൾ റിഗ്രഷനിൽ നിന്ന് ഒരു എസ് എ പ്രതീക്ഷിക്കാം, കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നതാണ്. പിന്നെ കോറിലേഷനിൽ നിന്നുള്ള പ്രോബ്ലംസും അവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രോബ്ലംസ് നമ്മുടെ ബുക്കിൽ വളരെ കുറവാണ്. y ഓൺ എക്സ്, എക്സ് ഓൺ വൈ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോബ്ലം. 2 ടൈപ്പ് ഉണ്ട് റിഗ്രഷനിൽ. ഞാൻ പറഞ്ഞു കോറിലേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ റിഗ്രഷൻ ഇക്വേഷൻ, അതല്ലാണ്ട് നോർമൽ ടൈപ്പും. ആൻഡ് ഫൈനലി ലാസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. അപ്പോൾ ഇതിൽ നിന്നും വേണമെങ്കിൽ, ഇത് തിയറിയാണ് മെയിനായിട്ട്, ചോദ്യങ്ങൾ വരാം. നിങ്ങൾ ലാസ്റ്റ് നോക്കിയാൽ മതി. ഞാൻ ഇതിൽ നിന്ന് ഒരു 4 എസ്സേയിൽ ഒരു എസ്സേ ഇടുന്നുണ്ടെങ്കിൽ തിയറി ആയിട്ട് ഒബ്ജക്റ്റീവ്സ് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എസ്സേക്കുള്ളൊരു ടോപ്പിക്കാണ്. അതിനെയാണ് ഇതിൽ മെയിനായിട്ട് നോക്കേണ്ടത് കേട്ടോ. അത് ഈസിയാണ്, ഒരു 9 പോയിന്റ് ഉണ്ട്, അത് നോക്കി വെച്ചോളൂ. ദാറ്റ്സ് ഓൾ ഈ ഒരു ചാപ്റ്റർ. പിന്നെ അതധികം ടൈം വേണ്ടാത്തതാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോൾ ഉണ്ട് നെക്സ്റ്റ്, കുറച്ച് ലെങ്തിയാണ്. നിങ്ങൾ ലാസ്റ്റ് നോക്കിയാൽ മതി ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോൾ. കാരണം കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളുള്ളതാണ്. ടൈം നമ്മുടെ പോകും, ചിലപ്പോൾ വന്നാൽ വന്നു എന്ന് മാത്രം. പ്രോസസ് കൺട്രോൾ, പ്രൊഡക്റ്റ് കൺട്രോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൽ ഉള്ളൊരു ടോപ്പിക്ക് കൺട്രോൾ ചാർട്ട്സ് ആണ്. കൺട്രോൾ ചാർട്ട്സിൻ്റെ സ്റ്റെപ്സ് 5 മാർക്കിൻ്റെയിലേക്കോ അങ്ങനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എസ്സേക്ക് ഇടുമോ എന്നുള്ളത് അറിയില്ല, 5 മാർക്കിൻ്റെയോ 8-9 പോയിന്റ് ഉണ്ട്. കൺട്രോൾ ചാർട്ട്സിൻ്റെ സ്റ്റെപ്സ് നിങ്ങൾ നോക്കി വെച്ചോളൂ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. അതാണ് ഞാൻ ഇതിൽ പിന്നെ എക്സ്പെക്ട് ചെയ്യുന്ന ടോപ്പിക്. അതല്ലാത്തത് നോക്കി നേരം കളയാൻ ഞാൻ പറയില്ല. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മെയിനായിട്ടുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ ലാസ്റ്റ് ഒരു ഈ പ്രോബ്ലംസൊക്കെ നോക്കി വെറുതെ നേരം കളയണ്ട, ഇങ്ങനെ ടൈമിൻ്റെ ബേസിൽ നോക്കാം കേട്ടോ. അപ്പോൾ ഈ ബ്ലോക്ക് നമ്പർ 4 സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ്സിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, കൺട്രോൾ ചാർട്ട്സിൻ്റെ സ്റ്റെപ്സും നോക്കാം. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ QT പേപ്പറിൻ്റെ ഡീറ്റെയിൽസ്. എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എഗെയിൻ നമ്മുടെ ബുക്കിൻ്റെ പ്രസൻറ്റേഷൻ പുവർ പ്രസൻറ്റേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ വേറൊരു ബുക്ക് ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എസ്സേ ടോപ്പിക്കിലോട്ട് പോകുമ്പോൾ എഗെയിൻ ഞാൻ പറയുന്നു, കോറിലേഷനോ റിഗ്രഷനോ ഇതിലേതെങ്കിലും, കോറിലേഷൻ റിഗ്രഷൻ ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഒരു പ്രോബ്ലമോ അല്ലെങ്കിൽ തിയറിയോ ഒരെണ്ണം, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ്സ് വേണമെങ്കിൽ തിയറിക്ക് പ്രതീക്ഷിക്കാം. പിന്നെ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ ഡിസ്ട്രിബ്യൂഷനിലെ ഏതെങ്കിലും ഒരെണ്ണം പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ തിയറി ആയിരിക്കും വരിക.
എനോവ കൈ സ്ക്വയർ, അങ്ങനെ ഒരു 3-4 ടോപ്പിക്കാണ് നമുക്ക് SAക്ക് പ്രതീക്ഷിക്കേണ്ടത്. പിന്നെ ഇത് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്നത് കൊണ്ട് തന്നെ പ്രോബ്ലം പേപ്പർ ആണെങ്കിലും കുട്ടികൾക്ക് കംഫർട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ SAക്ക് 4 ചോദ്യത്തിൽ 2 പ്രോബ്ലംസ് 2 തിയറി ഇടുന്നുണ്ട്. അപ്പോൾ തിയറി എന്തായാലും 2 കിട്ടും, പിന്നെ 2 പ്രോബ്ലംസും. 5 മാർക്കിനേക്കും അവർ ഈക്വലായിട്ട് 10 ചോദ്യത്തിൽ ചിലപ്പോൾ 5 പ്രോബ്ലം 5 തിയറിയും അങ്ങനെ ഇടാറുണ്ട്. ഓക്കെ, അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പഠിച്ച് കഴിയാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക. ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ ബ്ലോക്ക് നമ്പർ 3 പഠിച്ച് 1 പിന്നെ ഈ പറയുന്ന 2ൽ ഞാൻ പറഞ്ഞ മെയിൻ ഏരിയാസ് നോക്കുക, 4ൽ ഞാൻ പറഞ്ഞ ഏരിയാസ് നോക്കുക, എന്നിട്ട് ബാലൻസ് ഏരിയാസ് പഠിക്കുക. ഇനി ഞാൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടിയും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതെയുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതാണ്. നമ്മളിതിൻ്റെ ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.